CPM സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് കൊല്ലത്ത്. കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? ഇപ്പോൾ അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും. നാട്ടുകാർ കുറച്ചവിടെ കൊല്ലത്ത് ചുറ്റിക്കറങ്ങും. പിന്നെ ഭാഗ്യത്തിന് പ്രേമേന്ദ്രൻ അവിടെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ കൊല്ലത്തെ ബ്ലോക്ക് അറിയാലോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതുകൊണ്ടാണ് ഈ വലിയ മാമാങ്ങൾ കൊണ്ടുള്ള ഒരു പ്രശ്നം ഇതാണ്. അത് ആരെ നടത്തിയാലും CPM മാത്രമല്ല, ഇപ്പം വിജയദശമിൻ്റെ അന്ന് RSS ഊട്ടുമാർച്ച് നടത്തിയാലും പോപ്പുലർ ഫ്രണ്ട് അവിടെ നിന്ന് ഫ്രീഡം പരേഡ് അത് നടത്തിയാലും കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പ്രശ്നമില്ല. കോൺഗ്രസ്സുകാരെ കൊണ്ടൊരു ഗുണം ആകപ്പാടെ എപ്പോഴെങ്കിലും ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പെർഫോമൻസ് അല്ലാതെ അവരങ്ങനെ അധികം റോഡൊന്നും ബ്ലോക്ക് ചെയ്യാറില്ല. അത് പ്രധാനമായി ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ്. ഇവൻ കേരള കോൺഗ്രസ്സുകാർ പോലും അങ്ങനെ. ലീഗുകാർ അവർക്ക് അങ്ങനെ, പക്ഷേ എല്ലാ വർഷവും സമ്മേളനം നടത്തുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അതും വലിയ പ്രശ്നമില്ല. ഇവർ രണ്ടുപേരുമാണ് RSS, SDPI, CPM റെഗുലറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. എല്ലാ വർഷവും അവരോട് എന്തെങ്കിലുമൊക്കെ ഓരോ സമ്മേളനം കാര്യങ്ങൾ. ഇപ്പോൾ പക്ഷേ CPM കുറച്ച് കൺസേൺഡാണ്. റോഡിൻ്റെ ഒരു സൈഡൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുള്ളൂ. പണ്ടതായിരുന്നില്ല നാട്ടിൽ. അതിന് അവർ മൊത്തം ബ്ലോക്ക് ചെയ്തുള്ള ആ പരിപാടി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം. അതാണ് ഈ നെഗറ്റീവ്. പിന്നെ അല്ലാതെ ഇപ്പോൾ പാർട്ടി സമ്മേളനം നടത്തിയത് നമ്മുടെ സംസ്ഥാനത്തിന് നമുക്കെന്താ ഗുണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അവർ പിന്നെ അത് ചെയ്യുന്നു. അവരുടെ ഒരു പാർട്ടി അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതുപോലെ തൊട്ടു പുറകെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നടക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ്. നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് പാർട്ടിക്ക്. നിങ്ങൾക്ക് ന്യൂസ് കൊടുക്കാൻ സാധനം കിട്ടുമെന്നല്ലാതെ വേറെ സംഭവമില്ല. ലോക്സഭാ ഇലക്ഷനിലെ പരാജയം അവർ ആഗ്രഹിച്ച പരാജയമാണ്. അവർ വേണമെങ്കിൽ ഇന്ന് ഗോവിന്ദ മാഷ് വന്ന വളരെ കൃത്യം. അവർക്ക് വേണമെങ്കിൽ 12 മണ്ഡലങ്ങൾ കൂടുതലായി ജയിക്കുകയായിരുന്നു. അവരങ്ങനെയുള്ള ശ്രമം നടത്തി. നല്ല സ്ഥാനാർത്ഥികൾ അവർ പ്ലേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ രാജീവ് അബ്രഹാമിനെ നിർത്തിയിരുന്നെങ്കിൽ പത്തനംതിട്ട എളുപ്പം ജയിച്ചു വരും. അവരങ്ങനെ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളൊന്നും നിർത്തിയിട്ടില്ല. അവർക്ക് ഈ ഇലക്ഷൻ തോറ്റ് നാട്ടുകാർ മൊത്തം വോട്ട് ഔട്ട്, ഈ ദേശീയം മൊത്തം ഇതോടുകൂടി കളയണം. പിന്നെ ഞാൻ അന്നേ പറഞ്ഞില്ല നിങ്ങളോട്, റോഡുകൾ നന്നാവും, K-ഫോൺ വരും. K-ഫോണിൻ്റെ നല്ല പെർഫോമൻസാണ്. പിന്നെ റോഡുകളൊക്കെ ഇപ്പോൾ നന്നായി. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ റിയാസിൻ്റെ വീട്ടുകാരെ വിളിക്കാൻ തോന്നുന്നില്ലല്ലോ. വയലക്കാടൂടെ ഇപ്പോൾ നല്ല റോഡായില്ലേ. അത് ആ പണീൻ്റെ സമയത്ത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇലക്ഷൻ ആകുമ്പോഴേക്കും എല്ലാം പക്കാക്കുക. അപ്പം സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും പിടിക്കുക എന്നുള്ളത് അതൊരു കോൺഫിഡൻറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടുണ്ട്. കനകോലു ഒരു സർവേ നടത്തിയപ്പോൾ LDF തിരിച്ചു വരുന്നതാണ്, LDF നിലനിർത്തുന്നതാണ് എന്നാണ് കണ്ടത്. അപ്പോൾ അവരത് കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഇവരുടെ സമ്മേളനം നടക്കുന്ന ഒരു കാര്യം, ഇവർ കൃത്യമായ സമ്മേളന കാര്യം നടത്തി പോകുന്നതുകൊണ്ടാണ് ഇത് ഈ പ്രസ്ഥാനം ലൈവായിട്ട് നിൽക്കുന്നത്. പിന്നെ ബംഗാളിലത്തെ പോലെ ഇത് കേരളത്തിൽ ഇല്ലാതാവുമെന്ന് വിചാരിക്കേണ്ട. ബംഗാളെന്ന് വെച്ചാൽ ഇത് കാലത്തിനനുസരിച്ച് മാറില്ലായിരുന്നു. അപ്പം കോൺഗ്രസിനേക്കാളും വലിയ കോൺഗ്രസ് പാർട്ടിയാണത്. അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് BJP-നെക്കാളും വലിയ BJP ആയിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. സാധാരണഗതിയിൽ CPM-ൻ്റെ ഇപ്പം മുസ്ലിംസിൻ്റെ നോമ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കലണ്ടറൈസ് പാർട്ടി സമ്മേളനങ്ങളൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഈ സോളാർ കലണ്ടർ ഉപയോഗിച്ചിട്ട് ഗ്രിഗോറിയൻ കലണ്ടർ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇസ്ലാമിൻ്റെ ഈ നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ലൂണാർ കലണ്ടർ ബേസ് ചെയ്തുകൊണ്ട്. ഈ വർഷം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വർഷത്തെ പ്രത്യേകത മുൻകാലഘട്ടത്തെക്കാളും മുസ്ലിങ്ങൾ ഈ പാർട്ടിയിലുള്ള കാലഘട്ടമാണ്. വലിയ തോതിൽ മുസ്ലിം ഇൻഫ്ലക്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, CPM-ലുണ്ട്. പക്ഷേ സമ്മേളനം വെച്ചിരിക്കുന്നത് ഇപ്പോൾ റംസാൻ മാസത്തിൽ നോമ്പ് കാലത്താണ്. ഇനി വൈകുന്നേരത്തെ കൂട്ടുമാർച്ച് വെച്ചും കാര്യങ്ങൾ അല്ലെ ഇതൊക്കെ പരേഡ് ഇതൊക്കെ പൊതുസമ്മേളനം വെച്ചിരിക്കുന്ന നോമ്പ് വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ പൊതുവെ ഇപ്പോൾ CPM-നെ മുസ്ലിങ്ങൾ വീങ്ങുന്നു എന്നുള്ളതുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിപ്പം ബോധവും ചെയ്താണോ അല്ലാതെ എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടി സമ്മേളനം നടക്കുക, അതിപ്പം നോമ്പ് പെരുന്നാൾ വരുന്നുണ്ടോ നോക്കേണ്ടതില്ല. ഏതായാലും നിങ്ങളൊക്കെ പറയുന്നതല്ലേ ഒരു വിമർശനം ഉണ്ടല്ലോ, CPM-നെ എന്താണ് സുഡാപ്പി വീഴുന്നു, അങ്ങനെ അല്ല എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. 1. 2, ആ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇതുവരെ ഒരു 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആ പാർട്ടി TK അംസക്ക ഉണ്ടോ? അംസക്ക എന്ന് വെച്ചാൽ ആരാ? അംസക്ക കോൺഗ്രസ് നിന്ന് വന്ന ഒരാളാണ്, അവർ മലപ്പുറം. അതെ. പിന്നെ ജലീൽ പാർട്ടി മെമ്പർ പോലും അല്ല. അബ്ദുൾ റഹ്മാൻ മെമ്പർ അല്ല മന്ത്രി. ജലീലൊക്കെ മുസ്ലിം ലീഗിൽ നിന്നൊക്കെ വന്ന ആളാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ മുസ്ലിംസിനോടുള്ള ഈ പാർട്ടിയുടെ സമീപനം നമ്മളെല്ലാവരും ഈ പാർട്ടിയെ ഞാൻ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയില്ല. ചില ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയിലേക്ക് ബന്ധപ്പെടുത്തി കണ്ടെത്താനിയ സ്ഥാനാർത്ഥിയാക്കുന്നൊക്കെ ബന്ധപ്പെട്ടു. പക്ഷേ മുസ്ലിംസിനോട് പാർട്ടിയുടെ കോർ സമീപനം എന്ന് വെച്ചാൽ അതിനൊരു മാറ്റവും ഇല്ല എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ CPM-യുടെ കൂട്ടത്തിൽ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ഞാൻ അറിയുന്ന ആള് നമ്മുടെ ആരിഫാണ്, ആലപ്പുഴയിൽ. 30 നോമ്പ് കൊടുക്കും, 5 നേരം നിസ്കരിക്കുകയും ചെയ്യും. അതിന് പക്കാ മുസ്ലിമും പക്കാ കമ്മ്യൂണിസ്റ്റാണ്. രണ്ടും കൂടി ഒരുമിച്ചൊക്കെ പോകും. ഒരുമിച്ച് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ബിസിനസ് ഒന്നും നടത്തരുത്, കമ്മ്യൂണിസ്റ്റ് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കരുത്, അങ്ങനെയല്ലല്ലോ. അതൊക്കെ ചെയ്യാം. അപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ആ രീതിയിലൊന്നല്ല ഇവിടെ നടപ്പിലാക്കുന്നത്.
ആരിഫ് എന്തുകൊണ്ട് എന്നോ സംസ്ഥാന കമ്മിറ്റി വേണ്ട ഒരാളാണ്. കാരണം ഗൗരിയമ്മേനെ തോൽപ്പിച്ചു, ആ കോൺഗ്രസിൻ്റെ മണ്ഡലം പിടിച്ചെടുത്തു, ആ മണ്ഡലം നിലനിർത്തി. കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷൻ ആരിഫ് മാത്രമേ ജയിച്ചുള്ളൂ, ശക്തമായ മത്സരം 2019. ആരിഫ് വിട്ടോടുകൂടി ആ മണ്ഡലം പോയി. പിന്നെയാണ് കഴിഞ്ഞ തവണ ആ ഒരു കോവിഡ് സമയത്ത് പിണറായിൻ്റെ ആ ഒരു സ്വാധീനം കൊണ്ട് അന്ന് ജയിച്ചു. പിന്നെ ഈ കഴിഞ്ഞ തവണ മഹാന്മാരായ CPM-ന്റെ പല സ്ഥാനാർത്ഥികളും വലിയ വോട്ടിന് അപ്രധാനമായ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോട് തോറ്റപ്പോൾ ആരിഫ് 60,000-80,000 വോട്ടിനിട്ടാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ നമ്പർ 2 എല്ലാ അർത്ഥത്തിലും ശക്തനായ സ്ഥാനാർത്ഥിയോട്, എല്ലാ അർത്ഥത്തിലും ഞാൻ പോകുന്നത് ശരിയാണ്, അതിന് തോറ്റത്. മാത്രമല്ല അത് പാർട്ടി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇഷ്ടംപോലെ പാർട്ടിയിൽ നിന്ന് ഇഷ്ടംപോലെ 70 വോട്ടുകൾ പോയി BJP-യിലേക്ക് പോയി. സത്യത്തിൽ ഈ വേണുഗോപാലിന് കിട്ടിയ വോട്ട് എന്ന് വെച്ചാൽ ആരിഫിന് ഇതിനു മുമ്പ് ഷാനിമോൾ ഉസ്മാന് കിട്ടിയ വോട്ടിനെക്കാട്ട് കുറവാണ്. CPM-ൽ നിന്ന് കുറച്ച് വോട്ടുകൾ BJP-യിലേക്ക് പോയതാണ് പ്രശ്നം. CPM-ന്റെ വോട്ടുകൾ ഇനി 2 ആൾ ആരിഫിനെ തോൽപ്പിക്കാൻ വല്ല കളി നടന്നിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കുന്നത് വളരെ നന്നാവും. ആലപ്പുഴയാണ് സ്ഥലം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ആലപ്പുഴ പാർട്ടിയുടെ മാത്രമല്ല, പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളുടെയും ഒക്കെ കേന്ദ്രമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഈ പാർട്ടി സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട സമയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ CPM സമഗ്രമായതോടുകൂടി മറ്റു പാർട്ടികളെല്ലാം ഇപ്പം നിഷ്പ്രഭമായതോടുകൂടി ഇനിയിപ്പോൾ സമരത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ CPM കോൺഗ്രസിനേക്കാളും വലിയ കോൺഗ്രസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ മുമ്പ് ഇവിടെ ആരെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയാൽ മുടക്കിക്കൊണ്ടിരുന്നത് CPM-മാരാണ്. അവിടെ സമരം ചെയ്ത്, ഇവിടെ സമരം ചെയ്ത്, എന്തിനും സമരം ചെയ്യുന്നത്. എക്സ്പ്രസ് ഹൈവേ സമരം, എല്ലാത്തിനും സീപ്ലെയിൻ സമരം, എയർപോർട്ട് സമരം, അറ്റോമിക് റിയാക്ടർ സമരം, അതിന് പല വിഭാഗങ്ങളുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, സ്റ്റുഡൻറ് വിങ്, അത് നോക്കണം. ഇപ്പോൾ CPM വന്നത്തോട്ട് അതൊന്നും പ്രശ്നമില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂടി കേരളത്തിൽ, ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, സത്യമാണ്. പിന്നെ കൊടിവെച്ച പിണറായി തന്നെ നേരിട്ട് പോയിട്ട് കൊടിയെടുത്ത് കളയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ കേരളം രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വന്നു. അത് ഏറ്റവും കൂടുതൽ CPM ആയിരുന്നല്ലോ. വിദേശ യൂണിവേഴ്സിറ്റികൾ വരും. അപ്പം ഈ രീതിയിൽ ആവശ്യങ്ങൾ ക്യാപിറ്റൽ ഈ കുറെ കമ്മ്യൂണിസ്റ്റ് ഡോഗ്മയുണ്ട് ആ പാർട്ടി. അത് കുറെ എടുത്തു മാറ്റി. പിണറായി വന്നതിന്റെ പിണറായി വളരെ പ്രാക്ടിക്കലാണ്. ഈ ഡോഗ്മയൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് കേരളത്തിന് വേണ്ട ഒരു മുതലാളിത്ത സമൂഹമാണ് നമ്മുടേത്. മുതലാളിത്തത്തോട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിന് അതിനോടൊപ്പം ഓടാതെ രക്ഷയില്ല. മുതലാളിത്ത സമൂഹത്തിൽ ബിസിനസ് ചെയ്യാൻ കൂടുതൽ എളുപ്പമാകുന്ന രീതിയിൽ കുറച്ച് പൊളിച്ചെത്തുകൾ പാർട്ടി പരിപാടിയിലുണ്ടാവും. ഞാൻ നോക്കുന്നത് ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതിപ്പോൾ അഡ്രസ്സ് ചെയ്യാതെ പറ്റില്ല. ഒന്ന് വൻതോതിൽ മുസ്ലിങ്ങൾ ഈ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. അവർ നല്ല പള്ളിയിലൊക്കെ പോകുന്ന മുസ്ലിംസ്, മനസ്സിലായില്ലേ? അപ്പം അത് കൃത്യമായി പള്ളിയിൽ പോകുന്ന നോമ്പൊക്കെ എടുക്കുന്ന മുസ്ലിംസ്. അത് നിങ്ങൾ സുഡാപ്പിയൊന്നും വിളിക്കേണ്ട. ഈ പള്ളിയിൽ പോകുന്ന സുഡാപ്പിയൊന്നും അല്ല. സുഡാപ്പി എന്ന് വെച്ചാൽ അത്യത്തിൽ പള്ളിയിൽ പോകുന്നുണ്ട്, അതിൽ വലിയ കാര്യമില്ലാന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. പള്ളി പിടിക്കാൻ നടക്കുന്ന. അപ്പോൾ രണ്ടാമത്തെ ഒരുപാട് ഹിന്ദുക്കൾ, ഇപ്പോൾ വിശ്വാസികളായ ഹിന്ദുക്കൾ ഈ പാർട്ടിയിലുണ്ട്. അവരൊക്കെ രഹസ്യമായ ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്. ഈ വിശ്വാസികളായ ഹിന്ദുക്കളെ മുകളിലോട്ട് കയറ്റി വിടുന്നില്ല. വിശ്വാസികളായ ഹിന്ദുക്കൾ നിങ്ങൾ ഇപ്പം ഇവരൊക്കെ വിശ്വാസം കൊണ്ട് ഹിന്ദുക്കളായിരിക്കും. അവരെല്ലാം പിന്നെ തിറയ്ക്കും ഉത്സവത്തിനൊക്കെ പോകുന്നല്ല. ഇവരൊന്നും ആ രീതിയിലൊരു ശബരിമലയിലൊന്നും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പോലെ എനിക്കറിയില്ല. അപ്പം വിശ്വാസികളെ എവിടെ പ്ലേസ് ചെയ്യുന്നുള്ളതാണ്. വിശ്വാസികളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവരെ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ അവരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സവാരി ഹിന്ദുക്കളെ പിടിച്ചിട്ട് BJP ഉണ്ട്, മുസ്ലിങ്ങളെ പിടിച്ചിട്ടുണ്ട്, അവിടെ ലീഗ് ഉണ്ട്. ലീഗ് ഒരു പാൻകേരള CPM-ന്റെ കൂടെ ലീഗ് പോയി കഴിഞ്ഞാൽ ഇപ്പം അടുത്ത വർഷം UDF തോറ്റാൽ ലീഗ് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. പാൻകേരള അടുത്ത മുസ്ലിംസ് ലീഗിലോട്ട് പോകും. CPM-ന് അതിന് കിട്ടില്ല. അത് ഉറപ്പായിട്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതില്ലാതെ CPM-ന്റെ ഉള്ളിൽ തന്നെ ഇവരൊക്കെ നിലനിർത്തണേ. വിശ്വാസത്തിന്റെ കാര്യത്തിലുള്ള കടുംപിടുത്തം ഒഴിവാക്കേണ്ടി വരും. ഇപ്പൊ ഈ പാർട്ടിക്ക് ഈ പറഞ്ഞ പ്രൈവറ്റ് ചാനൽ തുടങ്ങാമെങ്കിൽ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളെ നേതൃത്വത്തിൽ തീം പാർക്ക് തുടങ്ങാമെങ്കിൽ, റിസോർട്ടുകൾ തുടങ്ങാമെങ്കിൽ, വലിയ മുതലാളിമാർക്ക് പാർട്ടി സ്ഥാനാർത്ഥികളാകാമെങ്കിൽ, എന്തുകൊണ്ട് വിശ്വാസിക്ക് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നൂടാ? ഇവിടെ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ, ഇവിടെ സോഷ്യൽ ഡെമോക്രസിയാണ്. ഇവർക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. അവർ റിയലൈസ് ചെയ്തു. ഗോവിന്ദ മാഷൊക്കെ പലരും വൈരുദ്ധ്യാധികാരമൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞാൽ ഈ മാഷ് സംസാരിച്ചു. SFIന്റെ മുമ്പ് സമ്മേളനത്തിൽ സോഷ്യലിസ്റ്റ് എടുത്തു മാറ്റണം എന്ന രീതിയിൽ ചർച്ച നടന്നിട്ട് അത് മലയാളി പ്രതിനിധികളാണ് ആ ചർച്ച നടത്തിയത്. പ്രകാശ് കാരാട്ടിന് ഇതൊക്കെ അറിയാം. അപ്പം പിന്നെ എന്തിനാണ് ഈ കടുംപിടുത്തം? എന്തിനാണ് ഈ ഹിന്ദുക്കൾ BJP-ക്ക് വിട്ടുകൊടുക്കുന്നത്, മുസ്ലിങ്ങളെ ലീഗിന് വിട്ടുകൊടുക്കുന്നത്? അതായത് CPM-ലുള്ള മുസ്ലിം SDPI-യിലേക്ക് പോകില്ല, അവർ ലീഗിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. കാരണം അവരുടെ വിശ്വാസത്തിന് ചോദ്യം ചെയ്യുന്ന ഘട്ടം വന്നാൽ വിശ്വാസം ചോദ്യം ചെയ്യുന്നില്ല. അവർ ജില്ലാ കമ്മിറ്റികളൊക്കെ ഉണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ കാര്യം കൊടുക്കുകയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി വരെ കൊടുക്കും.
കമ്മ്യൂണിസത്തിൻ്റെ പ്രയോഗത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. അതെ അതെ, അങ്ങനെ ചില ചർച്ചകൾ ചിലപ്പം വരാം. ഓക്കെ, അത് സംസ്ഥാന കമ്മിറ്റിയിലും ഇനി നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിലും ചർച്ച ചെയ്തപ്പെട്ടേക്കും. ഒറ്റ കാര്യം കൂടി, പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ക്രമസമാധാന നില ആകെ തകർന്നു നിൽക്കുക. എങ്ങനെ ഇത്രയും കൊലപാതകങ്ങളും മയക്കുമരുന്നിൻ്റെ മുമ്പ് കൊലപാതകം ഉണ്ടായില്ല, മയക്കുമരുന്ന് എല്ലാ സ്ഥലത്തും ഇല്ല. ഈ കേരളത്തിൽ ഇപ്പോൾ നമ്മളെ പോലീസ് ഒരു നാൾ ഒരു കുട്ടീനെ കാണാം, എത്ര പെട്ടെന്നാണ് പിടിച്ചത്. പല കേസുകൾ എത്ര പെട്ടെന്നാണ് കേരള പോലീസ് പിടിക്കുന്നത്. അതിനിടയ്ക്ക് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യോഗി ആദിത്യനാഥ്, നിങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി, മൂപ്പരണ്ടറിൽ എത്ര ബലാത്സംഗ കേസുകൾ നടന്നിട്ടുള്ളത് ആ മൂപ്പര കുഴപ്പം കൊണ്ടാണ്. ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ആ പ്രതികളെ കൃത്യമായി കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ഇപ്പം കേരളം ഈ പറഞ്ഞതിന് വളരെ ഓപ്പൺ ആയിട്ടുള്ള സൊസൈറ്റിയാണ്, വളരെ മോഡേൺ ആയിട്ടുള്ള സൊസൈറ്റി. സ്വാഭാവികത്തിൽ ട്രെൻഡുകൾ കൂടി വരും. ആ ട്രെൻഡുകൾ ഇവിടെ ഉണ്ടാകുന്ന CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. അതിന് ജാഗ്രത കാണിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. നമ്മളെ പോലീസ് സംവിധാനമൊക്കെ നല്ല രീതിയാണ്. 1-2 സംഭവങ്ങൾ എടുത്തിട്ട് ഈ പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇതിനു മുമ്പ് ഇതിൽ ഭീകരമായ എന്തൊക്കെ പെരുമല കോളേജിലെ 3 സ്റ്റുഡൻസ് പിന്നെ എന്താണ് പമ്പയാറിൽ മുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേറെ ചില കോളേജുകളിൽ ചില വിദ്യാർത്ഥികളുടെ പുറത്ത് മുൻകാലഘട്ടത്തിൽ ഇതൊക്കെ സംഘടനകളുടെ പേരൊക്കെ എഴുതി വെച്ചിരുന്നല്ലോ. ഇങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ട് നമ്മുടെ നാട്ടിൽ. അതിന് മുമ്പേ കുഞ്ഞുങ്ങളെ 2-ാം അമ്മയും 2-ാം അച്ഛനും കൂടി തല്ലിക്കൊന്നില്ലായിരുന്നു, 5 വയസ്സൊക്കെ ഉള്ള പിള്ളേരെ. അപ്പം ക്രമസമാധാനം എന്നുള്ളത് അതിപ്പം മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇതിലും വലിയ ക്രൈം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സമ്മേളനം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളത് രാഷ്ട്രീയ കേരളം അവരെ സംബന്ധിച്ച് ഇത് നിന്നാ ഞാൻ മതവിശ്വാസികളോട് എടുക്കേണ്ട സമീപനം, അവർക്ക് പാർട്ടിയിൽ കൊടുക്കുന്ന പ്ലേസ്മെന്റ് അവർ ചർച്ച ചെയ്തേ മതിയാവുള്ളൂ. അല്ലാതെ അവർക്ക് വലിയ തലവേദനയാണോ? അല്ലെങ്കിൽ ഇവർ പണ്ടത്തെ അല്ലെങ്കിൽ പിന്നെ നക്സൽ പാർട്ടി നിന്ന് നടക്കേണ്ടി വരും. അവർക്കാണ് ഇതൊന്നും പ്രശ്നമല്ല. അതല്ലല്ലോ ജനാധിപത്യത്തെ കൂടുന്നത്. അതൊരിക്കലും ആവില്ല. CPM അങ്ങനെ ഒരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല. എങ്കിൽ പിന്നെ ഈ പറയുന്ന ഈ അല്ലെങ്കിൽ ഈഴവരൊക്കെ പുതിയ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ RSS വലയം വീശിക്കൊണ്ട് നടക്കുകയാണ്. മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് സൗത്തിൽ പ്രസൻസ് ഇല്ല. അപ്പം സൗത്തിൽ ഒരു CPM-ന്റെ കൂടാൻ CPM-ന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മൾ ലീഗ് അല്ലല്ലെന്ന് അവർ ചെയ്യാൻ അവരുടെ വിശ്വാസമായിട്ട് നല്ല പ്ലേസ്മെന്റും കിട്ടും. പ്ലേസ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.